ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീം ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്ന് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒത്തിരി വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇന്ത്യൻ വെറൈറ്റീസും തായ് വെറൈറ്റീസും പൂന വെറൈറ്റീസുമായിട്ട് ഒത്തിരി പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കാരണം ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും പ്ലാന്റ്സുകൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ പുത്തൻകുരിശ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡ്രീം ഗാർഡൻ എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഒന്ന് കോൾ ചെയ്ത് വിളിച്ചതിന് ശേഷം മാത്രം പ്ലാന്റ്സ് എടുക്കാനായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാരണം ഒരുപാട് സപ്പോർട്ടാണ് നമ്മുടെ ഡ്രീം ഗാർഡന് വേണ്ടിയിട്ട് എല്ലാവരും തരുന്നത്. ഒത്തിരി പേര് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് ഒത്തിരി പേര് നമ്മളെ ഇതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് 2 പേർക്കാണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ഡ്രീം ഗാർഡനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റ് എന്താണെന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ ചെയ്യാം. നിങ്ങൾക്ക് കഴിഞ്ഞ വീക്കിലൊക്കെ പ്ലാന്റ്സുകൾ കിട്ടിയിരുന്നു, ഈ വീക്കിലൊക്കെ ഒത്തിരി പേർക്ക് പ്ലാന്റ്സ് കിട്ടിയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാന്റ്സുകളൊക്കെ കിട്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായങ്ങളും അതുപോലെ ഡ്രീം ഗാർഡനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്നും 2 പേരെയാണ് ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന 2 പേർക്കാണ് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന 2 പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണാം. ഈ ഒരു പ്ലാന്റ് കണ്ടോ, നല്ല അടിപൊളി ഒരു വെറൈറ്റി പിങ്ക് വെറൈറ്റിയാണ് വരുന്നത്. ഇത് നമുക്ക് 2 പ്ലാന്റ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പ്ലാന്റ് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല കളറുള്ള, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റാണ് നമ്മൾ 2 പേർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ അടുത്ത് വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടാവും. എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുവാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കൂടുതലൊന്നും പറയാനില്ല, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ്. കാരണം ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ ഡ്രീം ഗാർഡൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്ന് നമ്മുടെ ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം കേട്ടോ. ഈ ഒരു സൈഡിൽ നമ്മൾ കൂടുതലും സിംഗിൾ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ബുഷി പ്ലാന്റുകളും തായ് വെറൈറ്റീസുകളൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ നമുക്ക് ഇന്ന് റെഡ് വെറൈറ്റീസ് എല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ്. ട്രൈ കളറൊക്കെ ഇന്നലെ വന്ന സ്റ്റോക്കാണ്. എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം. ഇപ്പോൾ മഴ തോർന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ബിഗോണിയ പ്ലാന്റ്സുകളെല്ലാം സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാം ഇവിടെ ഫുള്ള് നമുക്കിരുന്നത് ബോഗൻവില്ല പ്ലാന്റ്സുകളായിരുന്നു കേട്ടോ. റയർ വെറൈറ്റി ബോഗൻവില്ല. അപ്പോൾ അതിൻ്റെ ഒരു 90% പ്ലാന്റ്സോളം സെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബിഗോണിയയുടെ നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ, അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകൾ, അതുപോലെ തന്നെ ചൈനീസ് മണി പ്ലാന്റ്, വാട്ടർമെലൻ, പെപ്പറോമിയ, കലാത്തിയുടെ ഒരു വെറൈറ്റി, മരാന്ത, അങ്ങനെ പ്ലാന്റ്സ്, അതുപോലെ തന്നെ കെമേലിയ, അതുപോലെ തന്നെ വന്നിരിക്കുന്ന പ്ലാന്റ്സാണ് മാൻഡി വില്ലയുടെ 2 കളർ പ്ലാന്റ്സുകൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ഒത്തിരി പേര് നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിലില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം.
ഗ്രൂപ്പിലില്ലാത്തവർക്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് പലരും ചോദിക്കാം. നമ്മുടെ അടുത്ത് വരുന്ന പ്ലാൻസുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് എന്ത് പ്ലാൻസുകൾ വന്നാലും നമ്മൾ അപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു മാറ്റം കൂടി വരുന്നത്, നമ്മളിവിടെ മിസ്റ്റ് ചെയ്തു കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് ഇനി നനയ്ക്കേണ്ടതായിട്ടില്ല, ഇനിയിപ്പം ഓസ് ഇട്ട് നനയ്ക്കേണ്ടതായിട്ടില്ല, നമ്മളിവിടെ മിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അഗ്ലോണിമയ്ക്ക് പിന്നെ അധികം വാട്ടറിൻ്റെ ആവശ്യമില്ല. ഒരു 2-3 ദിവസം എത്തുമ്പോഴൊക്കെ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ആരും കോള് ചെയ്യേണ്ടതായിട്ടില്ല, പ്രത്യേകം പറയുവാണ്, കോള് ചെയ്യേണ്ടതായിട്ടില്ല. ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് മൈ ഡ്രീം ഗാർഡൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് കിട്ടുന്നതാണ് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടുന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ആണ് ആദ്യം തുടങ്ങേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്കിലും ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുവാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി വരുന്നത് റെഡ് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാണ് റെഡ് മെറൂണിൻ്റെ പ്ലാന്റ്സ് വരുന്നത്. ഈ ഒരു സൈസുള്ള റെഡ് മെറൂൺ അല്ല, ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് വരുന്നത്. എന്താണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത? അധികം പൊക്കം വെക്കാത്ത ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്, അതായത് ബുഷായിട്ട് നിൽക്കുകയുള്ളൂ, പൊക്കം വെക്കില്ല. ഇതാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രത്യേകത. കുറച്ചും കൂടി ഡാർക്ക് മെറൂൺ കളർ കയറി വരും കേട്ടോ. സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഈ ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി ഡാർക്ക് കളറായിട്ട് വരും. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിങ്ക് ഡാൽമേഷൻ്റെ സൈസാണ്, പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പിങ്ക് ഡാൽമേഷൻ്റെ റേറ്റ് വരുന്നത് 270 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കളറായി വരുന്നുണ്ട് കേട്ടോ. സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇതുപോലെ കളർ വരും. ഈ ലീഫിലെല്ലാം ഈ കളറുകളെല്ലാം ചേഞ്ചായി ഇതുപോലെയാണ് കളർ വരുന്നത്. ഇത് കണ്ടോ, ഈ ലീഫിൻ്റെ കളർ കണ്ടോ, ഇതുപോലെ വരുന്നതാണ് കേട്ടോ. അടുത്തൊരു അടിപൊളി ഒരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത്. കൊച്ചിൻ എസ്കാഡെ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 രൂപയാണ് റേറ്റ് വരുന്നത്. ആ ചെറിയ ഷൂട്ടൊക്കെ കയറി വരുന്നുണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് കൊച്ചിൻ എസ്കാഡെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർ ഇപ്പോൾ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടാൻഡം ടൈഗർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. എന്താണ് റോട്ടാൻഡം ടൈഗർ എന്ന് നോക്കാം. ഇതാണ് റേറ്റ് വരുന്നത് 380 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. പ്ലാന്റ് അത് ബുഷായിട്ട് നിൽക്കുന്ന മിനിയേച്ചർ വെറൈറ്റിയാണ്. അധികം പൊക്കം വെക്കാതെ ഇങ്ങനെ കുഞ്ഞു ഷൂട്ടുകളൊക്കെ വന്നിട്ട് ഇതുപോലെ നിൽക്കുന്ന ബുഷായിട്ടുള്ള വെറൈറ്റിയാണ്. റേറ്റ് വരുന്നത് 380 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതാണ് നമ്മുടെ താരം എന്ന് പറയുന്നത്. കാണുന്നത് റെഡ്, നോക്കിക്കേ, ഇതാണ് സൂപ്പർ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് വരുന്നത്. കണ്ടോ, ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ 650 മുതലാണ് ഈ സൂപ്പർ റെഡിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് ഈ സൂപ്പർ റെഡ്. അപ്പോൾ ഈ ഒരു റെഡിൻ്റെ റേറ്റ് വരുന്നത്, നമ്മുടെ റേറ്റ് വരുന്നത് 500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കണ്ടോ, ഈ ഗ്രീൻ ഷെയ്ഡൊക്കെ ഇതൊക്കെ മാറി പുതിയ ലീഫുകളൊക്കെ ഫുള്ള് റെഡായിട്ട് വരുന്ന ഒരു സീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് റേറ്റ് വരുന്നത്. 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ്സ് അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് നോക്കാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് 10 ക്യാരറ്റ് വന്നിരിക്കുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 270 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് സാം എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ. അത്യാവശ്യം ഒരു 4-5 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. റെഡ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഒരു ഗ്രീൻ കളറും ഒരു പിങ്ക് കളറും അതുപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ. പിന്നെ സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഗ്രീൻ കളർ എല്ലാം മാറി വരുന്നുണ്ട് കേട്ടോ. പുതിയ ലീവ്സിനൊക്കെ ഗ്രീൻ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് ചാമിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് സൈസാണ് കാണിക്കുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 320 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് മെറൂണിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതുപോലെ കേട്ടോ, ലീഫൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ നേരമായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ്. റെഡ് മെറൂണിൻ്റെ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത്. ഏകദേശം എല്ലാം ഒരേ സൈസ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ റെഡ് മെറൂണിൻ്റെ ഇന്നത്തെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്
280 280 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇത് കണ്ടോ, നമുക്ക് തായ് പിങ്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. തായ് പിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇത്രയുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. ഇതിനകത്ത് ഗ്രീൻ ഷെയ്ഡ് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 320 320 രൂപയാണ് റേറ്റ് വരുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് ചൈന പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ചൈന പിങ്ക് വരുന്നത് കേട്ടോ. ഒരു ഗ്രീൻ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും എല്ലാം കൂടി മിക്സഡാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250 250 രൂപയാണ് വരുന്നത്. പറയുന്നത് കൊച്ചിൻ പീച്ചാണ് കേട്ടോ. അത്യാവശ്യം സൈസുള്ള കൊച്ചിൻ പീച്ചാണ് വന്നിരിക്കുന്നത്. അതും വിത്ത് ബേബി ഷൂട്ടോട് കൂടിയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൊച്ചിൻ പീച്ച് എല്ലാത്തിലും തന്നെ ചെറിയൊരു ബേബി ഷൂട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ശരിക്കും കളർ വരുന്നത് കേട്ടോ. നല്ല ഒരു പീച്ച് കളറായിട്ട് വരും. ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കയറി വരും. പിന്നെ ഈ ഗ്രീൻ ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രീൻ കളറെല്ലാം സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് മാറി വരും കേട്ടോ. ഇപ്പോൾ എല്ലാ പ്ലാന്റ്സിനും നല്ല കളറില്ല. ചിലതൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പുതിയ ലീവ്സ് വരുന്നത് നോക്കിയാൽ അറിയാം കളറോടുകൂടി വരുന്നത്. അതായത് നമ്മുടെ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൺലൈറ്റൊക്കെ കിട്ടി, ഈ UV ഷീറ്റിലുള്ള സൺലൈറ്റൊക്കെ കിട്ടി പ്ലാന്റിൻ്റെ കളറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വിത്ത് ബേബി പ്ലാന്റ്സ് ആണ് ഈ കൊച്ചിൻ പീച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചിൻ പീച്ചിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 420 420 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് റെഡ് ക്യാബേജ് ആണ് കേട്ടോ. റെഡ് ക്യാബേജ് ആണ്. അപ്പോൾ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണാം കേട്ടോ. ഇതൊരു ക്യാബേജ് നല്ല രസമാണ് കേട്ടോ ഒരു കാണാനായിട്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അത്യാവശ്യം പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത്. അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാബേജിന് റേറ്റ് വരുന്നത് 430 430 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് സോഡാണ് കേട്ടോ. പിങ്ക് സോഡ്. അപ്പോൾ പിങ്ക് സോഡിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള പിങ്ക് സോഡാണ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പിങ്ക് സോഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250 250 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈഡിലുള്ള പ്ലാന്റ്സുകളെല്ലാം തന്നെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു സൈഡിലുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് അധികം വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. എല്ലാ പ്ലാന്റ്സും കാണിക്കാൻ പറ്റുമോ നോക്കാം. ഇനി ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇത് നോക്കി, റെഡ് വൈൻ ആണ് കേട്ടോ. റെഡ് വൈൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത്. വിത്ത് ബേബി ഷൂട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന റെഡ് വൈൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ റെഡ് വൈൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 380 380 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് പ്ലാന്റ് ചെറുതാണെങ്കിലും ചെറിയ ബേബി ഷൂട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു റെഡ് ലൈനൊക്കെ ആയിട്ട് ഗ്രീനും റെഡും ഒക്കെ കൂടിയുള്ള കളറാണ്. അത്യാവശ്യം നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇനി റെഡ് വൈൻ്റെ കുറച്ചുകൂടി വലിയ സൈസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ പോട്ടിലായിട്ട് കുറച്ചുകൂടി വലിയ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 420 420 രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത്. ഇതിലും 1ഉം 2ഉം ഷൂട്ട് ചെറിയ ബേബി ഷൂട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജയ്പോങ് നാരോ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അതായത് നാരോ ഷേപ്പായിട്ടിരിക്കുന്ന ജയ്പോങ് റെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 220 220 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം അവൈലബിലിറ്റി ഷോർട്ടേജുമായിട്ടുള്ളൊരു പ്ലാന്റാണ് പിങ്ക് കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ്സ്. ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടും അതുപോലെ തന്നെ ബുഷി പോട്ട് പ്ലാന്റും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പിങ്ക് കുങ്കുമിൻ്റെ ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 900. അതിന് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 450. ഇതാണ് സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഇനി ചെറിയ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ്. 350 മുതലുള്ള സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ് കേട്ടോ.
ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ നമ്മുടെ തായ് വൈറ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സൂപ്പർ വൈറ്റ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്രാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ വൈറ്റ് നമുക്ക് ഇപ്പം അവൈലബിൾ അല്ല. നമുക്കതിന് പകരം വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് തായ് വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. ബുഷി പോട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ബുഷി പോട്ട് പ്ലാന്റ്സ് ആണ് തായ് വൈറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഡബിൾ ഷൂട്ടായിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തായ് വൈറ്റിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 750 ആൻഡ് അതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. തായ് വൈറ്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. ഇതാണ് സൈസ് വരുന്നത്. അപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത്. നമുക്ക് ഇത്രയും പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈന പിങ്കിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ചൈന പിങ്കിൻ്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് 220 രൂപയാണ് ഈ ഒരു സൈസുള്ള ചൈന പിങ്കിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ പനാമയുടെ വെറൈറ്റികളാണ് കേട്ടോ. ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് വാങ്ങിക്കുന്ന പ്ലാന്റ് ആണ് പനാമ വെറൈറ്റീസ്. അത് പിങ്ക് പനാമ, പീച്ച് പനാമ, അതുപോലെ തന്നെ റെഡ് പനാമ, അങ്ങനെ 3 വെറൈറ്റി പനാമകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. ആദ്യം വരുന്നത് റെഡ് പനാമ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ റെഡ് പനാമയുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ വരുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് പനാമയ്ക്ക് റേറ്റ് വരുന്നത് 380 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ റെഡ് പനാമയുടെ ബുഷി പോട്ടും എല്ലാവർക്കും ചിലപ്പോൾ സിംഗിൾ ഷൂട്ടായിരിക്കും, ചിലവർക്ക് ബുഷി പോട്ടാണ് ഇഷ്ടം. അങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെയുള്ള റേറ്റ് വരുന്നത് 750. ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 750 ആണ് കേട്ടോ. 750 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ പനാമയുടെ പീച്ച് പനാമ ഒന്ന് കാണാം. പീച്ച് പനാമയാണ് കാണുന്നത്. പീച്ച് പനാമയ്ക്ക് നമ്മുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് 450 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ പീച്ച് പനാമയോടൊപ്പം നമുക്ക് പിങ്ക് പനാമ കൂടി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പീച്ച് പനാമയുടെ ബുഷി പോട്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് പീച്ച് പനാമയുടെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 800 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ പിങ്ക് പനാമയും അവൈലബിൾ ആണ്. ബുഷി പോട്ടുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സിംഗിൾ ഷൂട്ടിന് ഒരു ഓഫർ പ്രൈസ് വരുന്നത് 450 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമ്മളൊരു ഓഫർ പ്രൈസോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്, കാരണം നമുക്ക് കുറച്ച് അധികം സ്റ്റോക്ക് വന്നു ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് എമറാൾഡിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ആവശ്യപ്പെടാറുണ്ട് ബുഷി പോട്ട് റേറ്റ് കുറച്ചുണ്ട്. അപ്പോൾ റെഡ് എമറാൾഡ് എന്ന് പറയും. ഇതും ഇങ്ങനെ ഷൂട്ട്സ് 2-3 ബേബി ഷൂട്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന റെഡ് എമറാൾഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വന്നു ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റെഡ് എമറാൾഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ്. അത്യാവശ്യം നല്ല ഹൈ ഡിമാൻഡിൽ നിൽക്കുന്നതും മാർക്കറ്റിൽ ഷോർട്ടേജുമായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഓറഞ്ച് ഡസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ബുഷി പോട്ട് പ്ലാന്റും അതുപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 1600 രൂപയാണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. ഇനി സിംഗിൾ ഷൂട്ടായിട്ട് വേണമെന്നുള്ളവർക്ക് ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ ബുഷി പോട്ട് അതിൻ്റെ സിംഗിൾ ഷൂട്ട്. അപ്പോൾ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 850 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്. കുറച്ച് അധികം റയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇതിന് ഇപ്പോഴും റേറ്റ് കുറയാതെ നിൽക്കുന്നത് കേട്ടോ. ഇനി ബുഷി പോട്ടിൻ്റെ ചെറിയ വിലയുടെ ഒരു പ്ലാന്റാണ് വരുന്നത്. ഗോൾഡൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ്സ്. ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് വരുന്നത്. നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. ചില ലീഫൊക്കെ കുറച്ച് റെഡായിട്ടും വരുന്നുണ്ട്. കുറച്ച് പ്ലാന്റ്സ് ഒരു 5 പോട്ടോളം അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 550 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. സിംഗിൾ ഷൂട്ടും ബുഷി പോട്ടും അവൈലബിൾ ആണ്. ഇനി നമുക്ക് മറ്റൊരു വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് നോക്കാം.
ഇത് വരുന്നത് പിങ്ക് പൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് പിങ്ക് പൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിങ്ക് പൈക്ക് റേറ്റ് വരുന്നത് ഇതിന് 850 ആയിരുന്നു റേറ്റ് വരുന്നത്. ഒരു ഓഫർ പ്രൈസ് ഇട്ട് വരുന്ന പ്രൈസാണ്. 750ക്കാണ് നമ്മൾ ഇന്ന് പിങ്ക് പൈ കൊടുക്കുന്നത് കേട്ടോ. ഇനി മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പിങ്ക് ക്യാബേജ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ. പിങ്ക് ക്യാബേജ് ആണ്. പിങ്ക് ക്യാബേജിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് മിസ് വേൾഡിൻ്റെ പ്ലാന്റ് നമുക്കൊരു 3 പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സ് വരുന്നത് ഇതാണ്. മിസ് വേൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു മിസ് വേൾഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 750 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം ഷോർട്ടേജ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അധികം പ്ലാന്റുകളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. ഇനി നമുക്കിവിടെ പ്ലാന്റ്സ് നമ്മൾ കണ്ടില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് വരുന്നത് പപ്പായ, ഗോൾഡൻ പപ്പായ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. ഇതിന് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ബുഷി പോട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്ന പ്ലാന്റ് തീർന്നേക്കുമാണ്. സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 350 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇതാ നമ്മുടെ അറോറയുടെ പ്ലാന്റ്സുകൾ, അതായത് നമ്മൾ ആദ്യം കണ്ടിരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് കണ്ടിരുന്നു. ഇനി നമുക്ക് ഇതാ പിങ്ക് അറോറയുടെ ബുഷി പോട്ടായിട്ട് നിൽക്കുന്ന പിങ്ക് അറോറ. ചെറിയ വിലയിൽ ബുഷി പോട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ ദാ പിങ്ക് അറോറയുടെ ബുഷി പോട്ടാണ് വരുന്നത്. അപ്പോൾ ദാ ഈ ഒരു പ്ലാന്റ്സിന് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ റെഡ്സൺ വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കാലം എത്തിയിട്ടാണ് നമുക്ക് റെഡ്സൺ എന്ന് പറഞ്ഞ പ്ലാന്റ്സ്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് അഗ്ലോണിമയുടെ സെയിൽ ഉണ്ടായിരുന്നെങ്കിൽ റെഡ്സൺ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം റെഡ്സണൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ ഒരു ഷോർട്ടേജ് ആയിട്ട് നിന്ന പ്ലാന്റാണ്. നമുക്കൊരു 4-5 പോട്ട് റെഡ്സൺ അവൈലബിൾ ആണ് കേട്ടോ. ചില ലീവ്സിൻ്റെയൊക്കെ കളർ ഉണ്ട്, അത്യാവശ്യം നല്ല റെഡ് കളറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ദാ റെഡ്സൻ്റെ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ. സിംഗിൾ ഷൂട്ട് റെഡ്സൻ്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ് റേറ്റ് വരുന്നത്. റെഡ്സൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 850 രൂപയാണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. അത് നമുക്ക് മാർക്കറ്റിൽ ടോപ്പ് റെയർ ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ബിദാദരി എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതും അത്യാവശ്യം ഷോർട്ടേജുമായിട്ടുള്ളൊരു പ്ലാന്റാണ് ബിദാദരി എന്ന് പറഞ്ഞാൽ. നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ദാ ബിദാദരിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ബിദാദരി വരുന്നത്. ദാ പ്ലാന്റ് സൈസ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്, അത്യാവശ്യം നല്ല കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബിദാദരി വരുന്നത്. അപ്പോൾ ബിദാദരിയുടെ നമ്മുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് 800 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗസിയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ലെഗസി കുറച്ച് പേര് ചെറിയ വിലയിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ലെഗസിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ് ലെഗസി കേട്ടോ. അപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ബുഷി പോട്ട് പ്ലാന്റും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വൈറ്റ് ലെഗസിയുടെ അവൈലബിൾ ആയിട്ടുള്ള ഇന്നത്തെ പ്രൈസ് വരുന്നത് 350 രൂപയാണ് പ്രൈസ് വരുന്നത്. അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ. മാഗ്നിഫിക്കം എന്ന് പറയുന്നൊരു പ്ലാന്റ്സ് നല്ല അടിപൊളിയൊരു നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു 2-3 ഷൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നും, ബുഷായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒറ്റ പ്ലാന്റാണ്, ഒരു കുഞ്ഞ് ബേബി പ്ലാന്റാണ് ഇതിൽ നിന്ന് വരുന്നത് കേട്ടോ. കണ്ടോ പ്ലാന്റിൻ്റെ ഹെൽത്തിനെസ് ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഹെൽത്തിയാണ് ഈ പ്ലാന്റ്, എത്രമാത്രം പ്ലാന്റ് ഹെൽത്തിയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം ഒരു 10 പ്ലാന്റോളം നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ ഈ ഒരു പ്ലാന്റൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബുഷായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാണാനുണ്ട്. അതായത് നമുക്ക് തോന്നും 2-3 ഷൂട്ടൊക്കെ ഉണ്ട് തോന്നും, പക്ഷേ ഒറ്റ ഷൂട്ടാണുള്ളത്. ചെറിയൊരു ബേബി ഷൂട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാഗ്നിഫിക്കത്തിന് റേറ്റ് വരുന്നത് 750 രൂപയാണ് പ്രൈസ് വരുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി 10 ക്യാരറ്റിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ. 10 ക്യാരറ്റ് 2-3 ഷൂട്ടായിട്ടുള്ള 10 ക്യാരറ്റ് ഇതാ. അത് നമ്മൾ 10 ക്യാരറ്റ് സിംഗിൾ പ്ലാന്റ് കണ്ടിരുന്നു. അപ്പോൾ 2-3 ഷൂട്ടായിട്ടുള്ള 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ റേറ്റ് വരുന്നത് 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ നമ്മൾ ആദ്യം പിങ്ക് ഡാൽമേഷൻ്റെ സിംഗിൾ പ്ലാന്റ് കണ്ടിരുന്നു. പക്ഷേ പിങ്ക് ഡാൽമേഷൻ്റെ ബുഷി പോട്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസുള്ള പിങ്ക് ഡാൽമേഷൻ്റെ ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 550 രൂപയാണ് പ്രൈസ് വരുന്നത്.
ഇനി അടുത്തൊരു ബുഷി പോട്ടാണ് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് ഒത്തിരി പേര് വാങ്ങിച്ച പ്ലാന്റാണ് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത്. ദാ ഈ ഒരു സൈസുള്ള ബുഷി പോട്ട് ഇതാ 4-5 ഷൂട്ട് അല്ലെങ്കിൽ 3-4 ഒക്കെ ഷൂട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് 3-4 ഷൂട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതാ ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ലിപ്സ്റ്റിക്ക് കണ്ടിരുന്നു. അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 300 രൂപയ്ക്ക് നമ്മുടെ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റാണ് ഈ ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ. ഇനി അടിപൊളിയൊരു തായ് വെറൈറ്റി പ്ലാന്റ് ആണ് വരുന്നത്, സോമ്പറ്റ്. അത്യാവശ്യം മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് 2500 രൂപയൊക്കെ പ്രൈസ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് സോമ്പറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്. എഗ്ലോണിമയൊക്കെ ആദ്യം മുതൽ വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും സോമ്പറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സിന് മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു ഡിമാൻഡും അതിൻ്റെ ഒരു വിലയും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന സോമ്പറ്റിൻ്റെ പ്ലാന്റ് എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റിന് ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ലാത്ത പ്ലാന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ലീഫൊക്കെ ഒരു റൗണ്ട് ഷേപ്പൊക്കെ ആയിട്ട്, അതും എല്ലാം വിത്ത് ബേബി ഷൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഒരു വെറൈറ്റി, നല്ല ഒരു തായ് വെറൈറ്റി പ്ലാന്റാണ് സോമ്പറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ, അതായത് വിത്ത് ബേബി ഷൂട്ടായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 900 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ാണ് മിൽക്കി വേ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റാണ് മിൽക്കി വേ വന്നിരിക്കുന്നത്. 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു 10-12 പ്ലാന്റ്സോളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലെക്കാച്ചി എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസുള്ള ലെക്കാച്ചി പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ലെക്കാച്ചിയുടെ ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് 3, 4, 5 ഷൂട്ടൊക്കെ ആയിട്ടുള്ള ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് 850 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ലെക്കാച്ചിയുടെ പ്ലാന്റ്സ് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് എമറാൾഡിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ. അപ്പോൾ പിങ്ക് എമറാൾഡ് എന്ന് പറയുന്ന പ്ലാന്റ്സിന് മാർക്കറ്റിൽ ഒരു പ്ലാന്റിന് 500-550 ഒക്കെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ തവണ വന്നിരിക്കുന്ന ബുഷി പോട്ട് പിങ്ക് എമറാൾഡാണ് കേട്ടോ. അത് 2 ഷൂട്ട് 3 ഷൂട്ടൊക്കെ ആയിട്ടുള്ള പിങ്ക് എമറാൾഡാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു പിങ്ക് എമറാൾഡിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്, ഈ ബുഷി പോട്ടിനാണ് കേട്ടോ റേറ്റ് വരുന്നത് 750. ഇന്നത്തെ പ്രൈസ് വരുന്നത് 750 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇന്നലെ എത്തിച്ചേർന്നിരിക്കുന്നത് ട്രൈ കളർ എത്തിച്ചേർന്നിട്ടുണ്ടോ. നമുക്ക് ട്രൈ കളറിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നേക്കുമായിരുന്നു. അപ്പോൾ ട്രൈ കളർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ട്രൈ കളർ വന്നിരിക്കുന്നതിന് കുറച്ച് റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ട്രൈ കളർ എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെ കളറൊക്കെ ഒന്ന് കാണാം കേട്ടോ. അത്യാവശ്യം നല്ല കളറുള്ള പ്ലാന്റുകൾ. ഇത്രയും കളർ ഇല്ല കേട്ടോ എല്ലാ പ്ലാന്റിനും. ഇപ്പോൾ ട്രൈ കളർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലരും ചോദിക്കണം. അപ്പോൾ ട്രൈ കളർ എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള കളറാണ് കേട്ടോ ഇത്. ഇത്രയും കളർ ഇല്ല ബാക്കി വന്ന പ്ലാന്റിന്. കാണിച്ചു തരാം. കളർ തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. കളർന്നത് പ്ലാന്റൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. കളറൊക്കെ തെളിഞ്ഞ് നമുക്ക് ഇന്നലെ എത്തിച്ചേർന്നിട്ടുള്ളൂ സ്റ്റോക്ക്. പ്ലാന്റൊക്കെ നിവർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് തിങ്കളാഴ്ച നമുക്ക് കൊറിയറൊക്കെ അയക്കാറാകുമ്പോഴത്തേക്കും പ്ലാന്റൊക്കെ നിവർന്ന് നല്ല സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസാണ് വരുന്നത്. അപ്പോൾ ട്രൈ കളറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് 320 രൂപയാണ് ട്രൈ കളർ എന്ന് പറയുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ താരങ്ങളായിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർ പ്ലാന്റ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ 2 റെഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഒരു ഭംഗി എന്നൊന്ന് കാണാം. അത്യാവശ്യം നല്ല കളറായിട്ട് വന്നിരിക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 2 സൈസ് പ്ലാന്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആരാണ് നമ്മുടെ ഇന്നത്തെ പുതിയ അതിഥികളെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 2 വെറൈറ്റി പ്ലാന്റുകളാണ്. ഒന്ന് എത്തിയിരിക്കുന്നത് മേരാ മെറൂണ എന്ന് പറയുന്ന വെറൈറ്റി. മേരാ മെറൂണ എന്ന് പറയുന്നൊരു പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. 3 ഷൂട്ടായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 950 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് പ്ലാന്റ് സൈസ് കാണിക്കുന്നത് ഇതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വന്നത്. നമ്മൾ സിംഗിൾ ആക്കിയില്ല, കാരണം ഇപ്പോൾ പ്ലാന്റ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഈ മേരാ മെറൂണയുടെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് 350. ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഫുള്ളും റെഡ് അല്ല, ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ സൈഡ് വഴിയുണ്ടോ, സൈഡ് വഴിയൊക്കെ ചെറിയൊരു ബോർഡർ പോലെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. പിന്നെ അകത്തൊക്കെ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഫുള്ള് റെഡാന്ന് വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്ലാന്റിന് റേറ്റ് വരുന്നത് 950. അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 350.
അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ്റഡിൻ്റെ ബുഷി പോട്ട് പ്ലാന്റ് ആണ് വരുന്നത്. ഇതാ ഇതിനകത്ത് പിന്നെ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് വഴി ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് അത്ര ഗ്രീൻ ഷെയ്ഡ് ഇല്ല. അപ്പോൾ സൈഡ് വഴി ചെറിയൊരു ലൈൻ പോലെ ഒരു ബോർഡർ പോലെ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ്. 3 ഷൂട്ടായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. മറ്റേ പ്ലാന്റും 3 ഷൂട്ടാണ് കേട്ടോ. ഈ പ്ലാന്റ് 3 ഷൂട്ടാണ്, ഇതും 3 ഷൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റും ബുഷി പോട്ട് പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 1100 രൂപയാണ് റേറ്റ് വരുന്നത്. 1100 ആണ് റേറ്റ് വരുന്നത്. ഇനി സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് 380 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അധികം സ്റ്റോക്കില്ല, കുറച്ച് മാത്രം പ്ലാന്റ്, ഇത്ര മാത്രം പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സുകൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.